വരുമ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു. ഞാൻ പിടിച്ച എഴുന്നേൽപ്പുണ്ടായിരുന്നുള്ളൂ. ഈവൻ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കാണാം, അത് പിടിച്ചെഴുന്നേക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടാണ് എഴുന്നേറ്റോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൈ ഒന്നും പിടിക്കാതെ തന്നെ എനിക്ക് എഴുന്നേക്കാനും ഇരിക്കാനും പറ്റുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എന്റെ കാലിനും മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരു 2 വർഷത്തോടെ ഞാൻ സഹിക്കുമായിരുന്നു ആ വേദന. ഞാൻ ആരെയും ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല, കാരണം ഞാൻ വിചാരിച്ചു വേരിക്കോസിന്റെ വല്ല പ്രോബ്ലം ആയിരിക്കുമെന്ന്. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, എന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യാസപ്പെട്ടു. എനിക്ക് വേദനയെല്ലാം കുറഞ്ഞ മാതിരി ഉണ്ട്. എനിക്കിപ്പോൾ വേദന നടക്കാനും പറ്റും, ഒരു കോൺഫിഡൻസ് ആയിപ്പോൾ എനിക്ക് നടക്കാനായിട്ട്. വരുമ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു. ഞാൻ പിടിച്ച എഴുന്നേൽപ്പുണ്ടായിരുന്നുള്ളൂ. ഈവൻ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കാണാം, അത് പിടിച്ചെഴുന്നേക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടാണ് എഴുന്നേറ്റോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൈ ഒന്നും പിടിക്കാതെ തന്നെ എനിക്ക് എഴുന്നേക്കാനും ഇരിക്കാനും പറ്റുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷ എന്ന് കഴിഞ്ഞാൽ നോക്കാം, വന്ന് കണ്ടേച്ച് സുഖമാവും, പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ എൻ്റെ ബ്രദർ പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ കാണിക്കാമെന്ന്. അങ്ങനെ കണ്ടു. എനിക്ക് വളരെ തൃപ്തിയാണ്. മുട്ടുവേദനയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറെ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണ് രോഗം എന്നുള്ളത് കണ്ടുപിടിച്ച് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായിട്ടും നമ്മൾ സുഖപ്പെടാവുന്ന ഒരു അസുഖം മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഞാൻ ഇങ്ങനെ പിടിച്ചെഴുന്നേക്കുണ്ട്, ഇങ്ങനെ പിടിച്ചെഴുന്നേക്കണമായിരുന്നു. ഇപ്പം പിടിക്കാതെ തന്നെ എഴുന്നേക്കുന്നുണ്ട്. പയ്യെ ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു ഫ്രീ അല്ലായിരുന്നു നടക്കാനായിട്ട്. മുട്ടൊന്നും വളയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ നന്നായിട്ട് വളയ്ക്കാൻ എനിക്ക് സുഖമായിട്ടിരിക്കും. ഒത്തിരി ഫ്രീ പോലെ തോന്നുന്നുണ്ട്. മുട്ട എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ആയി.